जय श्री कृष्ण
चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री कृष्ण बलराम की, गोवर्धन गिरी की, श्रील प्रभुपाद की। हरे कृष्ण। ഗോവർദ്ധൻ പൂജയ്ക്ക് വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇവിടെ മധ്യേ വെച്ചിരിക്കുന്നത് ഗോവർദ്ധൻ ശിലയാണ്. അവിടെ മേലെ സ്റ്റൂളിൽ വെച്ചിരിക്കുന്നത് വൃന്ദാവനത്തിൽ ഗോവർദ്ധന പർവ്വതം, ആ പർവ്വതത്തിൻ്റെ ഒരു ശിലയാണ് ഈ ഗോവർദ്ധൻ ശില ഇവിടെ വെച്ചിരിക്കുന്നത്. എനിബഡി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് മലയാളം? So we have Govardhan Shila over here. Govardhan Shila is considered to be as important as Shaligram. ഗോവർദ്ധന ശിലയ്ക്കും ശാലഗ്രാമത്തിനും യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാന്റെ വിഗ്രഹങ്ങളെക്കാളും ഒരു പടി ഉയർന്നതാണ് ശാലഗ്രാം ശില. സോ ശാലഗ്രാം ഈസ് വൺ സ്റ്റെപ്പ് എബോവ് ഭഗവാൻസ് ഡെയിറ്റി. കാരണം വിഗ്രഹം ഒരു ശില്പി പണിഞ്ഞതിന് ശേഷം ആചാര്യന്മാർ ഭഗവാനെ ആ വിഗ്രഹത്തിൽ ആവാഹിക്കും. പക്ഷേ ശാലഗ്രാമില് ശാശ്വതമായി ഭഗവാൻ കുടികൊള്ളുകയാണ്. When a Sthapati makes the deity, after completing the deity, an Acharya will invite the Lord to come and be present in the deity. Whereas Shalagram, Lord is eternally present in Shalagram. Bhagavan ശാശ്വതമായിട്ട് ശാലഗ്രാമില് ഭഗവാൻ കുടികൊള്ളുകയാണ്. ശ്രീ കൃഷ്ണ ബലരാമ കീ. കുറച്ച് മുന്നോട്ട് വരാം. ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. എല്ലാവർക്കും കുറച്ചും കൂടി എവിടെയൊക്കെ സ്ഥലമുണ്ട്. സൗകര്യമായിട്ട് ചുമക്കാളത്തിലിരിക്കാം. ഓക്കെ, എവിടെ നിർത്തി? എവിടെ നിർത്തി? But Lord is permanently present in Shalagram. ഭഗവാൻ ശാശ്വതമായിട്ട് ശാലഗ്രാമിൽ കുടികൊള്ളുകയാണ്. When we have a deity in the temple and for some time, if devotees don't come and worship the deity, there is no puja going on. Lord will leave the deity and go back. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾക്ക് നിരന്തരം പൂജ നടക്കുന്നില്ല, ഭക്തജനങ്ങൾ തൊഴാൻ വരുന്നില്ല, ഭക്തിയുത സേവനം നടക്കുന്നില്ലെങ്കിൽ ഭഗവാൻ ആ വിഗ്രഹത്തിൽ കുടികൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ? If there is no puja, if there is no devotional service, Lord will leave the deity. പക്ഷെ ശാലഗ്രാമിൽ അങ്ങനെയല്ല. ഭഗവാൻ ഉറക്ക അവസ്ഥയിലേക്ക് പോകും. ഭഗവാൻ ശാലഗ്രാമിനകത്ത് ഉറങ്ങാൻ തുടങ്ങും.
So Shalagram is one step higher than the deity because Lord is permanently staying in Shalagram. And if devotees don't worship the Shalagram, Lord will go into sleeping mode. ഭഗവാൻ ശാലഗ്രാമത്തിൽ ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇവിടെ നമ്മുടെ സൗഭാഗ്യമാണ് ഇന്നത്തെ ദിവസം ഗോവർദ്ധനശിലയുടെ ദർശനമെടുക്കാൻ സാധിച്ചത്. It is our great fortune that we were able to take darshan of Govardhan Shila today. സനാതന ഗോസ്വാമി പറഞ്ഞത്, ആരെങ്കിലും 4 വട്ടം ഗോവർദ്ധന ശിലയെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും കൃഷ്ണഭക്തി ലഭിക്കും എന്നാണ്. സനാതന ഗോസ്വാമി explained that if anybody circumambulates, does parikrama for Govardhan Shila 4 times, they will definitely attain Krishna Bhakti. ഗോവർദ്ധന ശിലയെ 4 വട്ടം പ്രദക്ഷിണം ചെയ്താൽ എന്ത് ഉറപ്പായിട്ട് കിട്ടും? കൃഷ്ണ ഭക്തി. So they will definitely get Krishna Bhakti. ഇന്നത്തെ ദിവസം കൃഷ്ണഭക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും വേണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? 4 തവണ ചുറ്റണം. റൈറ്റ്. സോ ഗോവർദ്ധന ലീല കഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കഥയെ ആവർത്തിക്കുന്നില്ല. Everybody knows this Govardhan Leela, Govardhan pastime. We have been hearing this for years together. So today we are not explaining Govardhan Leela, but we will explain a lesson from Indra's life. ഇന്ദ്രദേവന്റെ ജീവിതത്തിൽ ഇരുന്ന് നമ്മൾ ഇന്നൊരു പാഠം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ വൈകുന്നേരം പറഞ്ഞു, we had a discussion yesterday. നമ്മൾക്കൊന്നും ശരിക്കും അർഹിക്കാതെയാണ് ഈ ഭക്തി നമുക്ക് ലഭിച്ചത്. ആക്ച്വലി സ്പീക്കിംഗ്, വി ഡോണ്ട് ഡിസേർവ് ഭക്തി. ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ്, mercy of Srila Prabhupada that we also got bhakti. നമുക്കൊന്നും ഭക്തി ലഭിക്കാനുള്ള യോഗ്യതയില്ല. പ്രഭുപാദരുടെ കൃപ കൊണ്ടാണ് നമ്മൾക്ക് ഭക്തി ലഭിച്ചത്. കാരണം നമ്മളെല്ലാം മുൻകാലങ്ങളിൽ കോഴിയും കുറുക്കനെയും ഒക്കെ പിടിച്ച് തിന്നവരാണ് പലരും. ആണോ അല്ലേ? അല്ലേ? Many of us had been non-vegetarians before coming to bhakti. എല്ലാ കളർ മീനും പിടിച്ച് തിന്നിട്ടുണ്ട്. Many of us. So we don't have the pre-qualification to attain bhakti. ഭക്തിയിലേക്ക് വരാനുള്ള മുൻയോഗ്യത നമുക്കില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേര് ഭക്തന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്? How many of you have blamed devotees in your life? You have blamed, find fault with the devotees. ഭക്തരെ കുറ്റം പറഞ്ഞവർ എത്ര പേരുണ്ട്? അപ്പൊ ആ യോഗ്യതയും നഷ്ടപ്പെട്ടു, ഇല്ലേ? അറിഞ്ഞും അറിയാതെയും അനേകം തെറ്റ് ചെയ്തവരാണ് നമ്മൾ എല്ലാവരും. We have committed tons of mistakes knowingly and unknowingly. But it is Prabhupada's mercy. We also got the holy name. പ്രഭുപാദരുടെ അഹൈതുകമായ കൃപ കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? എത്ര പേര്, ഹൗ മെനി ഓഫ് യു അഗ്രി? എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? എല്ലാവരും. പക്ഷെ ഇന്ദ്രൻ എന്താ പറ്റിയെന്ന് വെച്ചാല്, ആ നന്ദി ഇന്ദ്രൻ കൂടെ മറന്നുപോകും. ഇന്ദ്ര will always forget that gratitude. നമുക്കും അങ്ങനെയാണ്. ആദ്യം കിട്ടുമ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും. 4 ദിവസത്തിൽ നമ്മൾ അതിന്റെ പ്രാധാന്യം മറന്നു പോകും.
As days passes by, we also tend to forget the importance of what we have received. ഇപ്പൊ പെട്ടെന്ന് ഒരു ഭാഗവതം ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു സത്സംഗമോ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ജപമായിരിക്കും. ഹരേ കൃഷ്ണ 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 4 ദിവസം കഴിയുമ്പോൾ ഹരേ കൃഷ്ണ ഉറങ്ങിപ്പോകും. Initially we show a lot of interest and gradually, it's complacency. We just dilute things. Yes or no? അല്ലേ? ഇന്ദ്രനും ഇതേ കുഴപ്പം പറ്റി. There was a competition between Indra and Mahabali. ഇന്ദ്രനും മഹാബലിക്കും മത്സരമുണ്ടായി, ബലിചക്രവർത്തിക്കും. Both of them surrendered to Narayana, ഭഗവാൻ. ഇന്ദ്രനും ഭഗവാനെ ശരണം പ്രാപിച്ചു, മഹാബലിയും ഭഗവാൻ, രണ്ടുപേരും ഭഗവാനെ ശരണം പ്രാപിച്ചു. Both of them surrendered to Krishna and Krishna blessed both of them. രണ്ടുപേരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഇന്ദ്രന് പറഞ്ഞു, നിനക്ക് ഞാൻ മഹാബലിയുടെ സാമ്രാജ്യം പിടിച്ചു തരാം. മഹാബലി എടുത്ത് ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രനേക്കാൾ വലിയൊരു സാമ്രാജ്യം നിനക്ക് പ്രത്യേകം ഉണ്ടാക്കി തരാം. കൃഷ്ണ സാറ്റിസ്ഫൈഡ് ബോത്ത്. കൃഷ്ണ captured Mahabali's kingdom, Bali Maharaja's kingdom, and gifted it to Indra. But secretly to Bali Maharaja, Krishna said, I will create a bigger planet than Indra and give it to you. ഇന്ദ്രനേക്കാളും വലിയ ഒരു ലോകം ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. ഇന്ദ്രന്റെ അടുത്ത് പറഞ്ഞു, കളഞ്ഞുപോയ ഇന്ദ്ര പദവി നിനക്ക് തരാം. ബലി മഹാരാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ വാതിലിൽ വന്ന് കാവൽ നിൽക്കാം. To Indra, Krishna said, I will give you the lost kingdom, Mahabali's kingdom. But to Bali Maharaj, Krishna said, I will come and stand at your doorsteps as a security. ശരിക്കും ഭഗവാൻ ആരെ അനുഗ്രഹിച്ചത്? Who really got blessed, Indra or Bali Maharaj? ബലി മഹാരാജനാണ് കൂടുതൽ. എന്നാലും ഇന്ദ്രൻ ചോദിച്ചതെല്ലാം ഭഗവാൻ തന്നു. Whatever Indra asked, Krishna supplied. Indra said, I want the kingdom of Bali Maharaj. ബലി ചക്രവർത്തിയുടെ രാജ്യം എനിക്ക് വേണം. കിട്ടി. He gave. I want to be the emperor of Amaravati. അമരാവതിയുടെ രാജാവാകണം. അതും തന്നു. എല്ലാം തന്നു. പക്ഷെ ഇന്ദ്രൻ ആ അനുഗ്രഹം മറന്നുപോയി. The one drawback of Indra is he always forgets the glory of what he has received. കയ്യിൽ കിട്ടിയ അനുഗ്രഹത്തിന്റെ മഹിമ, മഹാത്മ്യം ഇന്ദ്രൻ മറന്നുപോയി. വൃന്ദാവനത്തിൽ വർഷങ്ങളായി സമർപ്പിക്കുന്ന പൂജ സമർപ്പിച്ചില്ല. In Vrindavan, the Brajvasis were regularly offering pujas to Indra. വർഷങ്ങളായി സമർപ്പിക്കുന്ന പൂജ ഭഗവാൻ പറഞ്ഞു, ഈ കൊല്ലം വേണ്ട. കൃഷ്ണ went and told his father and father's brothers, അച്ഛന്റെ സഹോദരന്മാർ നന്ദ മഹാരാജ, ഉപനന്ദ, സുനന്ദ, അവരെടുത്ത് ചെന്ന് ഭഗവാൻ പറഞ്ഞു, let us not worship Govardhan. Let us not worship Indra. Let us worship Govardhan. ഇന്ദ്രനെ പൂജിക്കേണ്ട കാര്യമില്ല. ആരെ പൂജിച്ചാൽ മതി? ഗോവർദ്ധനത്തിനെ പൂജിച്ചാൽ മതി. അത്ര ഇന്ദ്രന് ദേഷ്യം വന്നു. ഈഗോ, ഭയങ്കര ഈഗോയിസ്റ്റിക്. ഇപ്പൊ നമ്മളെ ഒരു ഡിവോട്ടി രാവിലെ കണ്ട ഉടനെ വിഷയില്ല, മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചിരിച്ച് ഗുഡ് മോർണിംഗ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മളെ കണ്ട ഉടനെ മുഖം തിരിച്ചിട്ട് പോയി. നമുക്ക് ഭയങ്കര ദേഷ്യം. ഇനി ഞാൻ ജന്മത്തിൽ അയാളെ കണ്ട ഹരേ കൃഷ്ണ പറയില്ല. Right? That happens in our day-to-day life. Sometimes devotees don't wish us, greet us. We take it very personally. And it is so shocking to know some devotees go to an extent of taking revenge.
പകരം വീട്ടാൻ വരെ ചില ഭക്തര് തുണിയും. ആ വ്യക്തിയെ കണ്ടാ മിണ്ടൂല്ല, ഫോൺ വിളിച്ചാ എടുക്കൂല, കണ്ടാ ചിരിക്കൂല. ഈ ലീലയൊക്കെ ചെയ്തവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ ലീലകളാടി ആരെങ്കിലും ഉണ്ടോ? Anybody had done these kind of crimes? Don't smile and wish at devotees, keep that revenge in your heart. And, ആരുമില്ല, എല്ലാ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ലക്ഷ്മി ഇല്ലേ? എല്ലാരും കാണും. So Indra said, let us pour the devastating rain and wash Vrindavan from the entire planet of earth. അഘോരമായ മഴ പെയ്യിച്ച് വൃന്ദാവനം എന്ന ഗ്രാമം തന്നെ ഭൂമിയിലില്ലാതെ തുടച്ചു മാറ്റാം. എന്തുമാത്രം ക്രൂരതയാണ് ഇല്ലേ? ചിലരൊക്കെ ഉണ്ട്, ദേഷ്യം വന്ന ചുമരിൽ പോയി തലയൊക്കെ വെച്ചിട്ടിരിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? Some people when they get disturbed they bang their head on the wall. എന്തെല്ലാമാ ചെയ്യും. എനിക്കറിയാവുന്ന ഒരു ഡിവോട്ടി കൂടെ ബ്ലേഡ് എടുത്ത് കൈ മുറിക്കും, ആഴ്ചതോറും മുറിക്കും. ആദ്യമൊക്കെ നമുക്ക് സങ്കടമായിരുന്നു, പിന്നെ ആ മുറിച്ചോട്ടെ എന്ന് പറയും. ഇത് സ്ഥിരം പണിയാണ്. They bang their head, they scream, they yell, they throw things at their house. People go wild. ദേഷ്യം വന്നാൽ മനുഷ്യന് ചിന്തിക്കാനുള്ള പ്രവണത നഷ്ടപ്പെടും. When we get disturbed, we lose the capacity to think. We don't know what we are thinking, whether it is right or no wrong. ചിന്തിക്കാൻ പറ്റില്ല. അറിഞ്ഞ് മനഃപൂർവം പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞവരുണ്ടോ ഇവിടെ? When we get angry, we know deep internally that I am not supposed to speak like that. Knowingly we will speak hurting words. മനഃപൂർവം പറയാൻ പാടില്ലാത്ത വാക്കുകൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞവർ ആരൊക്കെ ഉണ്ട്? അതും ആരും, എല്ലാരും. So Indra sent torrential rain. അഘോരമായ മഴ പെയ്യിച്ചു. പിന്നെ കഥ എല്ലാവർക്കും അറിയാം. യു നോ ദ സ്റ്റോറി. ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തിനെ വിത്ത് ഹിസ് ലിറ്റിൽ ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈയിൽ ചെറിയ വിരൽ. പാവം ഹരിതയൊക്കെ ശ്രമിച്ചു, പക്ഷെ നിന്നില്ല. അവസാനം കമ്പിയിൽ പിടിച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. അത് മനുഷ്യർ വിചാരിച്ചാൽ നിൽക്കില്ല. കൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഏത് കൈയിലാ തൂക്കിയത്? വിത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ. കൃഷ്ണ ലിഫ്റ്റഡ്. ഇവരിവിടെ എന്ത് ചെയ്തു? കൃഷ്ണ ഭഗവാനെ വെച്ചിട്ട് ബാക്കിൽ ഒരു കമ്പി വെച്ചിട്ട് ഗോവർദ്ധനത്തിനെ വെക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നിന്നില്ല. അത് ആരെ കൊണ്ട് മാത്രം സാധിക്കുള്ളൂ? ഭഗവാന് മാത്രമേ. നമുക്കൊരു ഇഷ്ടിക പോലും എടുത്ത് കൈ വെക്കാൻ പറ്റില്ല. Right? So only Krishna can do that. Lifted Govardhan for 7 days with his little finger. Then Indra realized. He went and asked Brahma, is this little boy in Vrindavan, 8-year-old boy, that Krishna? Is that Krishna the real Krishna from Goloka Vrindavan? എന്നിട്ടാണ് ബ്രഹ്മാവിന് ഒരു സംശയം. എത്ര ദിവസത്തിന് ശേഷം? ഇന്ദ്രൻ 7 ദിവസത്തിന് ശേഷം ഒരു സംശയം. നേരെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ വൃന്ദാവനത്തിൽ 8 വയസ്സ് ബാലൻ, ഈ കുട്ടിയാണോ ഗോലോകത്തിലുള്ള സർവേശ്വരനായ കൃഷ്ണൻ? ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പൊ പോയി എന്റെ വിരലൊക്കെ പൊള്ളിയിട്ട് വന്നതേ ഉള്ളൂ. Brahma answered, I just had a bitter experience. ഞാൻ അറിയാതെ ഭഗവാന്റെ പശുക്കളെല്ലാം മോഷ്ടിച്ചു പോകുക. ഇപ്പൊ എനിക്ക് അടി കിട്ടിയതേ ഉള്ളൂ. I just had a bitter experience. This very same boy is the same Supreme Lord. വൃന്ദാവനത്തിൽ കന്നുകാലികളെ മേച്ചു നടക്കുന്ന ഈ കുട്ടിയാണ് ആര്? ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ കീ. പിന്നെ ഇന്ദ്രന് പേടിയായി. എങ്ങനെ കൃഷ്ണന്റെ ഫ്രണ്ടിൽ പോകും? Indra got very scared. How I will go in front of Krishna? അപ്പൊ എല്ലാരും പറഞ്ഞു, ഭക്തരെ കണ്ട ഭഗവാന്റെ ദേഷ്യം എല്ലാം പോകുമെന്ന് പറഞ്ഞു. So somebody advised Indra,
The moment Krishna sees his devotees, he will forgive and forget all his anger. ഭക്തരെ കണ്ടാൽ എന്ത് കുറയും? ദേഷ്യം. അങ്ങനെ ഭഗവാനും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കൃഷ്ണ വാസ് ലിറ്റിൽ അപ്സെറ്റ്. ഹി വാസ് അപ്സെറ്റ് വിത്ത് ഇന്ദ്ര. ഇന്ദ്രന്റെ അടുത്ത് ദേഷ്യത്തിൽ ഉണ്ടായിരുന്നു. 2 അടി കൊടുക്കണം. ആർക്ക്? കൃഷ്ണ വാസ് ലിറ്റിൽ ആംഗ്രി വിത്ത് ഇന്ദ്ര. ബട്ട് ഇന്ദ്ര വെരി ഇന്റലിജന്റ്. ഹി ഡിഡ് നോട്ട് കം ഡയറക്ട്ലി. മഹാബുദ്ധിമാനാണ് ദേവേന്ദ്രൻ. നേരെ വന്നില്ല. ആരെ കൂട്ടുപിടിച്ചു? He brought Surabhi Pashu. Krishna was so angry the moment he saw the Surabhi cow. ഭഗവാൻ ആ സുരഭി പശുവിനെ കണ്ടപാട് ഭഗവാന്റെ ദേഷ്യമെല്ലാം പോയി. became so cool, calm. Krishna asked, "Oh mother, why did you take the trouble of coming so far? If you would have called, I would have come to you." അമ്മാതേ, ഗോമാതേ, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നത്? എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ വരുമായിരുന്നു. കൃഷ്ണ ലവ്സ് കൗസ്. ഭഗവാന്റെ പശുക്കൾ ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാന്റെ നാട്, രാജ്യം എന്തൊക്കെയാണ്? ഗോലോക, ഗോകുല, ഗോവർദ്ധന, ഗോപാല, ഗോവിന്ദ, all starts with cow's name. ഭഗവാന് പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അതിനാണ് കേരളീയരെല്ലാം പിടിച്ച് തിന്നുന്നത്. എന്ത് മഹാപാവമാണ്. മലയാളികൾ മുഴുവനും പശുവിനെ പിടിച്ച് തിന്നു. Such a big sin they are doing. Krishna loves cows. The moment Krishna saw Surabhi, ഭഗവാൻ സുരഭി പശുവിനെ കണ്ട മാത്രയിൽ ഭഗവാന്റെ ദേഷ്യമെല്ലാം പോയി. Krishna started smiling and Surabhi said, "Actually I don't have any purpose to come. എനിക്കിന്ന് വരാൻ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. എന്റെ വാലിന്റെ പുറകെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. Somebody is hiding behind my tail. That's why I came." അപ്പൊ ഭഗവാൻ നോക്കി, ആരാ ഒളിച്ചിരിക്കുന്നത്? സുരഭിയുടെ പുറകെ, വാലിന്റെ പുറകെ somebody was hiding. Then Krishna saw, ആരാ ഒളിച്ചിരിക്കുന്നത്? ഇന്ദ്രൻ പതുക്കെ മുട്ടുകുത്തി എഴഞ്ഞു വന്നു. Indra was crawling and he came in front of Krishna. But by the time Krishna became so cool. പക്ഷെ ആ സമയം കൊണ്ട് ഭഗവാന്റെ ദേഷ്യമെല്ലാം പോയി. ഇന്ദ്രൻ സുരഭിയെ കൊണ്ടുവന്നു, ഐരാവതത്തിനെ കൊണ്ടുവന്നു. എല്ലാവരും ഭഗവാനെ അഭിഷേകം ചെയ്തു. Indra brought Surabhi, Indra brought Airavata, the elephant. They all did abhisheka for the Lord. Ishvara Parama Krishna Sachidananda Vigraha Anadir Adir Govinda Sarvakarana Karanam. Sri Krishna Chandra Bhagavan ki. Sound pora. Not enough. Sri Krishna Chandra Bhagavan ki. ശരിയായില്ല. ശ്രീകൃഷ്ണ ചന്ദ്ര ഭഗവാൻ കീ. അപ്പോ ഐരാവതം അഭിഷേകം ചെയ്തു, സുരഭി പശു അഭിഷേകം ചെയ്തു. They all did abhisheka and Indra is praying again and again. ഇന്ദ്രൻ പ്രാർത്ഥിക്കുക. യു ദേവാദിദേവ മഹാപ്രഭു എല്ലാം പ്രാർത്ഥിക്കുന്നു. So Krishna blessed and sent him off. ഭഗവാൻ വിട്ടു. പോയ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇതെല്ലാം മറന്നു. എനിക്ക് തോന്നി ഇന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നാണ്. The moment Indra went back to heaven, again he forgot all the blessings of Lord Krishna. ഭഗവാൻ ഏതെല്ലാം രൂപത്തിൽ ഇന്ദ്രനെ അനുഗ്രഹിച്ചോ വീണ്ടും മറന്നു. ഒരു തവണ സത്യഭാമ, വലിയ കഥയാ, ഐ എം മേക്കിംഗ് ഇറ്റ് ഷോർട്ട്. സത്യഭാമ, ഹൂ ഈസ് സത്യഭാമ? സത്യഭാമ ആരാണ്? കൃഷ്ണന്റെ എത്രാമത്തെ വൈഫാ? തേർഡാ? ഷ്യൂർ? ഹൂ ഈസ് ഫസ്റ്റ്? രുക്മിണി സെക്കൻഡ്, ജാംബവതി തേർഡ്, സത്യഭാമ ഫോർത്ത്, കാലിന്ദി, then മിത്രവിന്ദ, ഭദ്ര, സത്യ, ലക്ഷ്മണ. വെരി ഗുഡ്. So, Satyabhama, Krishna's third wife Satyabhama, she said,
I want Parijata flower from the heavens of Indra. ഭഗവാന്റെ പത്നിയായ സത്യഭാമ പറഞ്ഞു, എനിക്ക് ഇന്ദ്രലോകത്തിലിരുന്ന് എന്തു വേണം? ഒരു പാരിജാത പുഷ്പം. Krishna went to heaven and told Indra, please give me one parijata flower. എന്റെ പത്നി ആഗ്രഹിക്കാണ് ഒരു പാരിജാത പുഷ്പം തരാൻ പറഞ്ഞു. You know what Indra replied? ഇന്ദ്രൻ എന്ത് മറുപടി പറഞ്ഞു എന്നറിയുന്നു? നിങ്ങൾക്ക് ദേവപുഷ്പത്തിന്റെ മഹിമ അറിയില്ല, കന്നുകാലികളെ മേച്ചു നടക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ എന്തറിയാം? പൂവില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോക്കോ. Indra told Krishna, you cowherd people, you don't know what is parijata. You don't understand the value of parijata. I am not going to give you parijata. Just get back, go from here. ഓട്ടിച്ചു വിട്ടു. ഇന്ദ്രൻ ചെയ്തത് ശരിയാ തെറ്റാ? Was Indra right or wrong? ശരിയാണോ തെറ്റാണോ? ശ്രീ കൃഷ്ണചന്ദ്ര ഭഗവാൻ കീ, സുരഭി മാതാ കീ, ഇന്ദ്രദേവ് കീ. ഇവിടെ കുറച്ച് രാക്ഷസർ ഇന്ദ്രനും ചെയ്യും വിളിച്ചു, ചുമ്മാ ഫ്ലോലങ്ങ് വിളിക്കുക. പിണറായി വിജയൻ കീ, ഭാഗ്യം. അപ്പോ ഇത്രയും സഹായിച്ച ഇന്ദ്രൻ, ഭഗവാൻ ഒരു പാരിജാത പുഷ്പം ചോദിച്ചപ്പോ ഇന്ദ്രൻ തന്നില്ല. When Krishna asked one parijata flower, Indra did not give. Then Krishna waged a war. ഭഗവാൻ യുദ്ധം നടത്തി. Then again Indra, sorry, മാപ്പാക്കണം, അറിയാതെ പോയി, പാരിജാത പുഷ്പമല്ല, മരം വേണമെങ്കിലും തരാം. Then he gave the entire tree. മണ്ടൻ. ഭഗവാന്റെ അനുഗ്രഹം കൂടെ കൂടെ ഇന്ദ്രന് മറന്നുപോകും. Indra always keeps forgetting the blessings of the Supreme Lord. ഇത് പറയാൻ കാരണം നമ്മളും ഇത് മറന്നുപോകും. We also keep forgetting what a great blessings Lord has given to us. എത്ര ഒരു മഹാ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നതെന്ന് നമ്മളും ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. ശരിയാണോ തെറ്റാണോ? അതെപ്പോഴും ഓർത്തിരിക്കണം. So Govardhan Puja was a day where Krishna appreciated Vrajavasis. ഈ ഗോവർദ്ധന പൂജ സാധാരണ പൂജയല്ല. ഭഗവാൻ തന്റെ ഭക്തന്മാരായ വ്രജവാസികളെ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത ദിവസമാണ്. Krishna protected Vrajavasis, Krishna fed Vrajavasis, Krishna danced with them, sang with them for 7 continuous days by all the time holding the Govardhan. ഇടത്തെ കയ്യിൽ ഗോവർദ്ധനത്തിനെ താങ്ങി പിടിച്ചുവെങ്കിലും വ്രജവാസികളോട് പാടുക, നൃത്തം വയ്ക്കുക എല്ലാം ചെയ്ത ദിവസമാണ്. ഗിരിരാജ് ഗോവർദ്ധൻ കീ. So now we have small Govardhan ആരതി. ഒരു ആരത്തി ദീപാരാധന ഉണ്ടാകും. അത് കഴിഞ്ഞ് സ്ലോലി യു ക്യാൻ മേക്ക് 4 റൗണ്ട് പ്രദക്ഷിണ, 4 വട്ടം പ്രദക്ഷിണം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കിട്ടിയ പ്രസാദം തൃപ്തിയോടെ കഴിച്ചിട്ട് പോവാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ശ്രീ കൃഷ്ണ ബലരാമ കീ, ശ്രീല പ്രഭുപാദ കീ. പിന്നെ ഒരു പ്രധാന അറിയിപ്പ്, ഈ വരുന്ന ശനിയാഴ്ച പ്രഭുപാദർ തിരോഭാവ ദിനം. കമ്മിങ് സാറ്റർഡേ ഇസ് പ്രഭുപാദ്സ് ഡിസപ്പിയറൻസ് ഡേ. പ്രഭുപാദ തിരോഭാവ ദിനം. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഇവിടെ പരിപാടികളുണ്ട്. അഭിഷേകം, ആരത്തിയൊക്കെ. അന്ന് പൂജ്യ ഭക്തി വിനോദ് സ്വാമി മഹാരാജ് അന്ന് മുഖ്യ അതിഥിയായിട്ട്, ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രഭുപാദ് തിരോഭാവ ദിവസത്തിലും പങ്കെടുക്കുക. ശ്രീല പ്രഭുപാദ് കീ. ഹരേ കൃഷ്ണ. 6 to 9 ആരതി എല്ലാവരും ഇരുന്ന് തന്നെ ചെയ്യാൻ സ്ഥലമില്ല.
ഹരേ കൃഷ്ണ. ഗോവർദ്ധനത്തിന് 4 പ്രദക്ഷിണം വയ്ക്കുന്ന ആൾക്കാര് ആദ്യം പ്രഭുക്കന്മാർ 4 പ്രദക്ഷിണം വെച്ചിട്ട് നേരെ പുറത്ത്